അമ്മയെയും കാമുകിയെയും അനിയനെയും അമ്മൂമ്മയെയും അടക്കം 5 പേരെ ഒരു ചെറുപ്പക്കാരൻ കൂട്ടക്കുരുതി ചെയ്തതിന്റെ നടുക്കത്തിലാണ് തലസ്ഥാനം. 70 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നെന്ന് കൊലപാതകങ്ങൾ നടത്തിയ അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകി. സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ പ്രണയവിവാഹത്തെ വീട്ടുകാർ എതിർത്തതും വൈരാഗ്യത്തിന് കാരണമായെന്നാണ് അഫാൻ നൽകിയ മൊഴി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ഈ അഫാന്റെ വീടിന് മുന്നിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. ഡാൻ, ഈ സുഹൃത്ത്, ഈ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ഈ കല്യാണത്തിന്റെ ആലോചനകൾ നടന്നിട്ടുണ്ട്, അവർക്ക് സമ്മതമായിരുന്നു, അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് ശേഷമാണ് അഫാൻ മാജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ പറയുന്നത് വിവാഹത്തെ വീട്ടുകാർ എതിർത്തു എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ട്. ഒരു കടബാധ്യത എന്ന ഒരൊറ്റ പ്രകോപനത്തിൽ, അല്ലെങ്കിൽ കടബാധ്യത തീർക്കാൻ സഹായിച്ചില്ല എന്ന പ്രകോപനത്തിൽ അങ്ങനെ സഹായിക്കാത്തവരെ കൊന്നത് മനസ്സിലാക്കാം. പക്ഷെ അപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവരെയും ഇയാൾ ഒഴിവാക്കിയില്ല. അതിനെന്ത് വിശദീകരണമാണ് നമുക്ക് ആലോചിച്ചെടുക്കാൻ കഴിയുക? അത് ഈ പ്രകോപനത്തിനപ്പുറം കൃത്യമായ ഒരു ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അത് തന്നെയാണ്, അതായത് ഇവരുമായി ഈ ഏറ്റവും ഉറ്റ ബന്ധുക്കളെ അല്ലെങ്കിൽ ഈ ഉമ്മയെ അല്പം അഭയപ്പെടുത്തുന്നു. അതിന് അപ്പുറത്തേക്ക് പ്രതി ലക്ഷ്യം വെച്ചിരുന്നത് ഇനി തനിക്ക് പുറത്ത് ഇറങ്ങാനാവില്ല, ഒരു സാധാരണ ജീവിതം നയിക്കാനാവില്ല, അപ്പോൾ തന്റെ കാമുകിക്കും അങ്ങനെ ഒരു ജീവിതം ഇനി ഉണ്ടാകില്ല, അങ്ങനെയാണെങ്കിൽ അവളെ കൂടി വകവരുത്തുക, ഇത് തന്നെയായിരുന്നു ലക്ഷ്യമെന്നാണ് കരുതുന്നത്. കാരണം അവർ തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ പോലീസിനും വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം ഈ ഫർസാനയെ ഈ പുറത്തേക്ക് വിളിച്ച ഫർസാനയുമായി ഇരുചക്ര വാഹനത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പേരുമലയിലെ വീട്ടിലേക്ക് ഫർസാനയുമായി എത്തുന്നത്. അതായത് ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞായിരുന്നു അഞ്ചലിലെ ഒരു കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയായ ഫർസാന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇവർ തമ്മിൽ ഇങ്ങനെയൊരു അടുപ്പമുള്ള കാര്യം, പ്രണയമുള്ള കാര്യം, അത് വിവാഹത്തിലേക്ക് നയിക്കുമെന്ന കാര്യമൊക്കെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പക്ഷേ ഫർസാനയുടെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നതായോ ഈ വിവാഹത്തോട് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നതായോ ഉള്ള ഒരു സൂചനകളുമില്ല. ഇയാൾ നേരത്തെ ഈ സമീപത്തെത്തുകയും ഫർസാനയുടെ ബന്ധുക്കളുമായി അടക്കം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രകോപനമല്ല, ഇവിടെ വെച്ച് ഈ പേരുമലയിലെ വീട്ടിൽ നിലനിന്നിരുന്ന എന്തോ ചില തർക്കങ്ങൾ, അത് സാമ്പത്തിക ബാധ്യതയെന്ന് പ്രതി പോലീസിനോട് ആവർത്തിക്കുമ്പോഴും അതിനപ്പുറത്തേക്കുള്ള ചില കാരണങ്ങൾ കൂടി കൊലപാതകത്തിന് പിന്നിൽ ഉണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് ഉറയ്ക്കുന്നതിന് പിന്നിൽ ചില കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം സാമ്പത്തികമായ ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോഴും അത് വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി അഫാന്റെ പിതാവ് അദ്ദേഹം ഈ അവർക്കുണ്ടായിരുന്ന വസ്തുക്കൾ വിറ്റ് ഈ കടബാധ്യത തീർക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ആ കാര്യം അഫാനെ അടക്കം അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെയിരിക്കെ പിന്നെ ഇങ്ങനെയൊരു നിഷ്ഠൂരമായ കൊലപാതകം നടത്തി സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഉറ്റ ബന്ധുക്കളെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം നടത്തുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി പ്രതി നൽകിയിരിക്കുന്ന മൊഴി പോലീസിന് വിശ്വാസത്തിലെടുക്കാനായിട്ടില്ല. മാത്രവുമല്ല, വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഇനി പോലീസിന് നൽകണമെങ്കിൽ അതിന് ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത്, അത് അഫാന്റെ ഉമ്മയാണ്. മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്ന അവർ ആരോഗ്യനില വീണ്ടെടുത്ത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവന്ന് ഉണ്ടായ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് പോലീസിന് മൊഴി നൽകാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഈ കേസിൽ ടേണിംഗ് ആയി മാറാൻ പോവുക ഈ ഉമ്മ ഇനി ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് പോലീസുമായി നടത്തുന്ന ഒരു ഇന്ററാക്ഷനിൽ പോലീസിന് നൽകുന്ന വിശദാംശങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ ഒരു തിരിച്ചുവരവ് ആ ഉമ്മയ്ക്ക് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കാരണം അതല്ലാതെ എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം എന്ന് അറിയാൻ ആരുമില്ല. അങ്ങനെ പറയേണ്ടിയിരുന്നവർ എല്ലാവരും ഇന്ന് ഈ ഭൂമുഖത്തില്ല. അത്ര ദാരുണമായ ഒരു കൊലപാതകം, കൂട്ടക്കൊലപാതകമാണ്, കൂട്ടക്കുരുതിയാണ് നടന്നിരിക്കുന്നത്. അത് വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ അഫാൻ എന്ന ചെറുപ്പക്കാരൻ, നേരത്തെ ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലങ്ങളും ഇല്ല എന്ന് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്ന അഫാൻ മതപഠനശാലയിലടക്കം പോയിക്കൊണ്ടിരുന്ന വലിയൊരു വിശ്വാസം കാത്തുസൂക്ഷിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന അഫാൻ ഇങ്ങനെ നിഷ്ഠൂരമായ ഒരു കൂട്ടക്കുരുതി നടത്തി എന്ത് ലക്ഷ്യമാണ് സാധിച്ചെടുത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ വീട്ടുകാർക്കും മറ്റ് ശേഷിക്കുന്ന ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ഒന്നും ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഡാൻ, പൊതുവെ ഇത്തരം
ഇത്തരം ക്രൈമുകൾ നടക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറ് ഒരു ലഹരിയുടെ സാധ്യതയൊക്കെ, ലഹരി സ്വാധീനമൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ചില സംശയങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഡാനി പറഞ്ഞതുപോലെ മതപഠനത്തിന് പോയിരുന്ന വിശ്വാസിയായ ഒരാൾ അത് പ്രതീക്ഷിക്കുക ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത കാര്യം, ചിലപ്പോഴൊക്കെ അന്ധവിശ്വാസം, നമ്മൾ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ നന്തങ്കോട് കേതൽ നടത്തിയ കൊലപാതകമൊക്കെ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടായിരുന്നു. അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത് നമ്മൾ കണ്ട അച്ഛനെ കൊലപ്പെടുത്തിയ മകൻ്റെ കാര്യത്തിലൊക്കെ അത്തരം വിശ്വാസങ്ങൾ ഒരു ഘടകമായിരുന്നു. പക്ഷേ 23 വയസ്സാണ്, സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരു ബാധ്യതയുണ്ടെങ്കിൽ അത് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു കൂട്ടക്കൊലപാതകം, അതും ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിൽ വീട്ടിലുള്ളവരെ കൊല്ലുകയല്ല ചെയ്യുന്നത്, ഒരു കൊലപാതക പരമ്പര തന്നെ നടത്തുകയാണ്. നമ്മുടെയൊക്കെ ഒരു റിപ്പോർട്ടിംഗ് കരിയറിലൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലൊരു സംഭവം. ഇതിനെ നാട്ടുകാർക്കൊക്കെ ഇയാളെ നന്നായി അറിയാമായിരിക്കുമല്ലോ, അവിടെ ഉള്ള ചെറുപ്പക്കാരനാണ്, അവർക്കൊക്കെ ഇതെങ്ങനെയാണ് വിശ്വസിക്കാനാവുന്നത്, അല്ലെങ്കിൽ അവരിതിനോട് എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? ഇപ്പോഴും ഈ നാട്ടുകാരെ അതിന്റെ നടുക്കത്തിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതായത് ഇങ്ങനെയൊരു കാര്യം ഇവിടെ സംഭവിച്ചു എന്ന് പോലീസ് സംഘം ഇവിടേക്ക് എത്തുമ്പോൾ മാത്രമാണ് അസ്വാഭാവികമായ ചിലത് ഇവിടെ നടന്നു എന്ന കാര്യം നാട്ടുകാർ തന്നെ തിരിച്ചറിയുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും അവർ മുക്തരാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും. ഏതായാലും ഈ സംഭവം അറിഞ്ഞ് ഈ സമീപത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇല്ലാത്തതിനാലാണ് നമ്മൾ അവരോടൊന്നും ഈ കൂടുതൽ പ്രതികരണങ്ങൾ തേടാത്തത്. ഈ വീടിനെ സംബന്ധിച്ച കൃത്യമായി അറിവുള്ള ആളുകളോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നതാകും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ മുതൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കേണ്ടത് അത് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെയാണ്. എന്തായാലും എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നത് അല്പസമയം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത പോലെ വലിയൊരു ഏതാണ്ട് 1/2 കോടിക്ക് മുകളിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത ഈ 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിന്. അതിനപ്പുറത്തേക്ക് ഈ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില തർക്കങ്ങൾ, ഒരു പക്ഷേ അത് തന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക്, ഇങ്ങനെയൊരു വൈരാഗ്യ ബുദ്ധിയോടെയുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിന് വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ആ വഴിയിലേക്ക് അന്വേഷണം നയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്നത് പ്രാഥമികമായ പരിശോധനകളും അന്വേഷണവും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പ്രതിയുടെ മാനസിക നില വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൃത്യമായ ചോദ്യം ചെയ്യൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടക്കുക. തിരുവനന്തപുരം റേഞ്ച് IG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതിന് നേതൃത്വം നൽകുമെന്നാണ് അറിയുന്നത്. ഇന്നലെ റൂറൽ ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്ന് അറിയിച്ചത്. പക്ഷേ അതിനുശേഷമാണ് മജിസ്ട്രേറ്റിന് മൊഴി നൽകുന്ന ഒരു സാഹചര്യം അഫാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഈ വലിയ കടം, സാമ്പത്തിക ബാധ്യത തന്നെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. പ്രണയബന്ധത്തെ കുടുംബാംഗങ്ങൾ എതിർത്തത് പ്രകോപനത്തിലേക്ക് നയിച്ചു എന്ന തരത്തിലൊക്കെയുള്ള ഒരു മൊഴി പ്രതിയുടെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ വീട്ടിനുള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എഴുത്തുകുത്തുകൾ, അതായത് ഈ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ നിലനിന്നിരുന്നതുമായി ബന്ധപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ സമീപത്തുണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് വ്യക്തമായ ഒരു ഉത്തരം അന്വേഷണ ഉദ്യോഗസ്ഥരാരും ഇതുവരെ നൽകിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, മരണം ഉറപ്പാക്കിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതെന്ന് ഈ അഫാൻ പറയുമ്പോഴും പിന്നെ എന്തിന് അടുക്കളയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു? അത് ഈ മരണം ഉറപ്പാക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ മനസ്സിലുണ്ടായിരുന്ന വൈരാഗ്യം മുഴുവൻ, കുടുംബാംഗങ്ങളോടുണ്ടായിരുന്ന വൈരാഗ്യം മുഴുവൻ തീർക്കുക എന്നൊരു കാര്യം അഫാന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ കടുത്ത ഒരു ക്രൂരതയിലേക്ക് അയാളെ നയിച്ചത് എന്ന് വേണം പറയാൻ.